ഹായ് ഹലോ, വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് തന്നെയാണ് കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഏപ്രിലെ ഫസ്റ്റത്തെയാണ് കേട്ടോ. ഏപ്രിൽ ഫസ്റ്റ് എഡീഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ത്യൻ സാംസ്കാരിക വിനിമയ പുരസ്കാരം ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും ചലച്ചിത്ര നാടക സംവിധായകനുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സാംസ്കാരിക വിനിമയ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനാണ് ലഭിച്ചിരിക്കുന്നത്. വയലാർ സംഗീതരത്ന പുരസ്കാരം പ്രൊഫസർ തൃക്കരിയൂർ ആർ രാജലക്ഷ്മിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ വയലാർ സംഗീതരത്ന പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? തൃക്കരിയൂർ ആർ രാജലക്ഷ്മി കേട്ടോ. വയലാർ സാഹിത്യ പുരസ്കാരം തൃക്കരിയൂർ ആർ രാജലക്ഷ്മിക്ക്. കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരം പ്രശസ്ത കവി ഒറിയ കവി സീതാകാന്ത മഹാപത്രയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് കേട്ടോ സീതാകാന്ത മഹാപത്ര. കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? സീതാകാന്ത മഹാപത്രയാണ്. അദ്ദേഹം ഏത് ഭാഷാക്കാരനാണ്? ഒറിയക്കാരനാണ് കേട്ടോ. കുമാരനാശാൻ മലയാള കവി പുരസ്കാരം സച്ചിദാനന്ദനാണ് ലഭിച്ചിരിക്കുന്നത്. കുമാരനാശാൻ മലയാള കവി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? സച്ചിദാനന്ദൻ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരം UK കുമാരൻ്റെ തക്ഷൻ കുന്ന് സ്വരൂപം എന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ തക്ഷൻ കുന്ന് സ്വരൂപം എന്ന കൃതി എഴുതിയത് ആരാണ്? UK കുമാരനാണ് കേട്ടോ. UK കുമാരൻ്റെയാണ് തക്ഷൻ കുന്ന് സ്വരൂപം. പഠിച്ചു വച്ചേക്കണേ, എഴുതണേ. ചെറിയൊരു പേജിൽ ഇപ്പം ഈ നമ്മൾ കറണ്ട് അഫെയറിൽ നിന്ന് കിട്ടുന്ന പുതിയ ബുക്കുകളും അതിൻ്റെ ഓതേഴ്സിനെ എഴുതി വെക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. കാരണം ഇത് നമ്മൾ റിവിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് മാത്രം നോക്കിയാൽ മതി. കാരണം എന്തായാലും ചിലപ്പോൾ ഈ ജോഡി ശരിയാക്കാനോ ജോഡി ചേർക്കാനോ മാച്ച് ദ ഫോളോവിങ് ഒക്കെ ആയിട്ട് വരില്ലേ, അല്ലെങ്കിൽ ശരിയായ ജോഡി ചെയ്ത് തെറ്റായ ജോഡി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പം മാക്സിമം ഇങ്ങനെ എഴുതി വെക്കാൻ നോക്കുക. പുതിയ ബുക്കുകളും അവരുടെ ഓതേഴ്സിനും എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ തക്ഷൻ കുന്ന് സ്വരൂപം എന്ന കൃതി ആരുടെയാണ്? UK കുമാരൻ്റെയാണ്. അക്ഷര പുരസ്കാരമാണ് തക്ഷൻ കുന്ന് സ്വരൂപം എന്ന കൃതിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത്തവണത്തെ ബോധിചിത്ത പുരസ്കാരം ജോർജ് കുട്ടിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ ബോധിചിത്ത പുരസ്കാരം ജോർജ് കുട്ടിക്ക്. ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ ചന്ദ്രശേഖരന് UKയുടെ ഓണററി നൈറ്റ്ഹുഡ് ബഹുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ ചന്ദ്രശേഖരന് UKയുടെ ഓണററി നൈറ്റ്ഹുഡ് ബഹുമതി ലഭിച്ചിട്ടുണ്ട്. ഗുരു ഗോപിനാഥ് നടന പുരസ്കാരം ഏർപ്പെടുത്തിയ ദേശീയ നാട്യ പുരസ്കാരം 2025 VP ധനഞ്ജയനും ശാന്ത ധനഞ്ജയനും അർഹരായി. കപ്പിൾസാണ്. ഗുരു ഗോപിനാഥ് നടനഗ്രാമം ഏർപ്പെടുത്തിയിട്ടുള്ള ദേശീയ നാട്യ പുരസ്കാരം ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? VP ധനഞ്ജയനും ശാന്ത ധനഞ്ജയനും കേട്ടോ. പ്രഥമ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മയ്ക്ക് വിക്രം സാരാഭായ് വിജ്ഞാൻ സമ്മാനം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എഴുതി വെച്ചോ. പ്രഥമ ഇന്ത്യൻ നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? രാകേഷ് ശർമ്മ. അദ്ദേഹത്തിന് എന്ത് പുരസ്കാരമാണ് കിട്ടിയിരിക്കുന്നത്? വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ്? രാകേഷ് ശർമ്മയ്ക്ക്. മറന്നുപോകല്ലേ, ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. ഇന്ത്യൻ വെൽസ് ടെന്നീസിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും ബെലറൂസിൻ്റെ ആര്യന സെബലങ്കിയും ജേതാക്കളായി. അപ്പോൾ ഇന്ത്യൻ വെൽസ് ടെന്നീസിൽ ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? യാനിക് സിന്നറിനും ആര്യന സെബലങ്കിക്കുമാണ് ജേതാക്കളായിട്ട് മാറിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ചാമ്പ്യന്മാരായിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ചാമ്പ്യന്മാരായിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ കീപ്പർ എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? മാക്സ് ഡൗമാനാണ് കേട്ടോ. മാക്സ് ഡൗമാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മാക്സ് ഡൗമാനാണ് കേട്ടോ. മാക്സ് ഡൗമാൻ. അടുത്തതൊരു വേദിയാണ്, എഴുതി വെച്ചോ. 2028 ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ നടക്കും? ഭുവനേശ്വറിലാണ് നടക്കുന്നത്. അപ്പോൾ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2028 വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്, ഭുവനേശ്വറിലാണ് നടക്കാൻ പോകുന്നത്. സ്വീഡിഷ് പോൾട്ട് ഇതിഹാസം അർമാൻഡ് ഡ്യൂപ്ലാന്റിസ് 6.31 മീറ്റർ ചാടി 15ാം തവണയും ലോക റെക്കോർഡ് തിരുത്തി. 6.30 മീറ്റർ എന്ന തൻ്റെ തന്നെ റെക്കോർഡാണ് അദ്ദേഹം തകർത്തത്. സ്വന്തം റെക്കോർഡ് തന്നെയാണ് കേട്ടോ അദ്ദേഹം ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. 6.30 എന്ന മീറ്റർ എന്ന ഒരു റെക്കോർഡാണ് അദ്ദേഹം ആദ്യം പോൾ വാൾട്ട് ചാടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം അത് എന്താക്കി വീണ്ടും ബ്രേക്ക് ചെയ്തു. 6.31 മീറ്ററിലേക്ക് ചാടി എന്ത് ചെയ്തു? ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. അർമാൻഡ് ഡ്യൂപ്ലാന്റിസ് ആണ്. ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സരത്തിൽ
പോൾ പൊസിഷനിലെത്തിയ പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി മെഴ്സിഡസിൻ്റെ 19-കാരനായ ഇറ്റാലിയൻ ഡ്രൈവർ ആന്ദ്രേ കിമി അന്റോനെല്ലി കേട്ടോ. ആന്ദ്രേ കിമി അന്റോനെല്ലിയാണ് കാറോട്ട മത്സരത്തിൽ ഫോർമുല 1 ഗ്രാൻഡ് പ്രി കാറോട്ട മത്സരത്തിൽ പോൾ പൊസിഷനിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. വനിതാ പോൾ വോൾട്ടിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച തമിഴ്നാടിൻ്റെ ഭരണിക ഇളങ്കോവൻ കേട്ടോ. ഭരണിക ഇളങ്കോവൻ ഓർത്ത് വെച്ചേക്കണേ. വനിതാ പോൾ വോൾട്ടിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചത് ആരാണ്? ഭരണിക ഇളങ്കോവനാണ്. ഭരണിക ഇളങ്കോവൻ. അരുന്ധതിയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിക്ക് US-ലെ നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരം ലഭിച്ചു. അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ, അരുന്ധതി റോയിയുടെയാണ് മദർ മേരി കംസ് ടു മീ എന്ന കൃതി. അതിന് US-ലെ നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അഖിൽ ശിവാനന്ദിനും മുഹമ്മദ് സാബിത്ത് UMനും രാംനാഥ് ഗോയങ്ക എക്സലൻസ് ഇൻ ജേർണലിസം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഖിൽ ശിവാനന്ദിനും മുഹമ്മദ് സാബിത്ത് UMനും രാംനാഥ് ഗോയങ്ക എക്സലൻസ് ഇൻ ജേർണലിസം പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. വൈക്കം ചന്ദ്രശേഖർ നായർ പുരസ്കാരം ഷീജ വക്കത്തിൻ്റെ ഊരുക്ക് പോകലാം കണ്ണേ എന്ന കവിതാ സമാഹാരത്തിനാണ് കേട്ടോ. അപ്പോൾ ഊരുക്ക് പോകലാം കണ്ണേ എന്ന് പറഞ്ഞിട്ടുള്ള കാവ്യ സമാഹാരം ആരാണ് എഴുതിയത്? ഷീജ വക്കം കേട്ടോ. ഷീജ വക്കമാണ്. അതിനാണ് വൈക്കം ചന്ദ്രശേഖർ നായർ പുരസ്കാരം ഈ വർഷം ലഭിച്ചിട്ടുള്ളത്. 2025 സരസ്വതി സമ്മാൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? രാംകുമാർ മുഖോപാധ്യായാണ് കേട്ടോ. രാംകുമാർ മുഖോപാധ്യായുടെ ഹരപർവതി കഥയ്ക്കാണ് കേട്ടോ. ഹരപർവതി കഥ ആരുടെയാണ്? രാംകുമാർ മുഖോപാധ്യായുടെ നോവലാണ് കേട്ടോ. ഹരപർവതി കഥ. അതിനാണ് 2025 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എഴുതി വെച്ചോ. 2025 സരസ്വതി സമ്മാൻ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ആരാണ്? രാംകുമാർ മുഖോപാധ്യായാണ്. അദ്ദേഹത്തിൻ്റെ ഏത് നോവലിനാണ്? ഹരപർവതി കഥയ്ക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുള്ളത്. കൈലാഷ് സത്യാർത്ഥിയുടെ പുതിയ പുസ്തകം ഏതാണ്? കരുണ ദി പവർ ഓഫ് കമ്പാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് കേട്ടോ. കൈലാഷ് സത്യാർത്ഥിനെ അറിയാലോ, നമ്മുടെ ബച്ച് ബച്ചാവോ ആന്തോളനൊക്കെ സ്ഥാപിച്ച ആളാണ് കൈലാഷ് സത്യാർത്ഥി. മലാല യൂസഫ്സായിനോടൊപ്പം അദ്ദേഹം എന്ത് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരമൊക്കെ പങ്കിട്ടിട്ടുണ്ട്. അപ്പോൾ കൈലാഷ് സത്യാർത്ഥിയുടെ പുതിയ പുസ്തകം ഏതാണ്? കരുണ ദി പവർ ഓഫ് കമ്പാഷൻ. അഡ്വക്കേറ്റ് രാംകുമാർ രചിച്ച ഉള്ളറകൾ തുറക്കുമ്പോൾ എന്ന നോവൽ പ്രകാശനം ചെയ്തു. അപ്പോൾ ആരുടെയാണ് ഉള്ളറകൾ തുറക്കുമ്പോൾ എന്ന് പറഞ്ഞ നോവല്? രാംകുമാറിൻ്റെയാണ് കേട്ടോ. അഡ്വക്കേറ്റ് രാംകുമാറിൻ്റെ. ഇനി സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ പുതിയ നോവൽ ഏതാണ്? മാതംഗലീല. അപ്പോൾ എഴുതി വെച്ചോ. സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ പുതിയ നോവലിൻ്റെ പേര് ഏതാണ്? മാതംഗലീല. കൈലാഷ് സത്യാർത്ഥിയുടെ പുതിയ പുസ്തകത്തിൻ്റെ പേര് കരുണ ദി പവർ ഓഫ് കമ്പാഷൻ. പിന്നെ രാംകുമാറിൻ്റെ പുതിയ നോവൽ ഏതാണ്? ഉള്ളറകൾ തുറക്കുമ്പോൾ. സ്വാതി നിരഞ്ജൻ ജ്യോതി ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് നിയമിതനായി. അപ്പം നിലവിലെ ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ് കേട്ടോ. സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ് നിലവിലെ പിന്നോക്ക കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് നിയമിതനാകുന്നത്. ഫ്രാൻസിലെ ഇവിയൻ ലെസ് ബെയിൽസ് ആണ് 2026 G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, വേദികൾ എഴുതി വെച്ചോ. 2026 G7 ഉച്ചകോടി എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? നമ്മുടെ ഫ്രാൻസിലെ ഇവിയൻ ലെസ് ബെയിൽസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ് ആരംഭിച്ച് ഇന്ത്യ. സർക്കാർ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ് ആരാണ് ആരംഭിക്കുന്നത്? ഇന്ത്യയാണ് കേട്ടോ. 2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനീകരണമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 6ാം സ്ഥാനം കിട്ടിയില്ലേ. 1ാം സ്ഥാനം ആർക്കാണ്? പാകിസ്ഥാനാണ് അല്ലേ. അപ്പോൾ നല്ല എന്താണ് 2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനീകരണമുള്ള രാജ്യമാണ്. 6ാം സ്ഥാനം കിട്ടിയിട്ടുണ്ടല്ലോ നമ്മുടെ ഇന്ത്യക്ക്. കഷ്ടമാണല്ലേ. 1ാം സ്ഥാനം ആരാണ് നേടിയിരിക്കുന്നത്? പാകിസ്ഥാനാണ് അല്ലേ. അത് കുഴപ്പമില്ല. അപ്പോൾ നോക്കാം. ഡോക്ടർ സഞ്ജയ് തിവാരി നാഷണൽ ഡെന്തൽ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനായി നിയമിതനായി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒപ്പുള്ള കറൻസി പുറത്തിറക്കാൻ തീരുമാനിച്ച് അമേരിക്ക. 2026 മാർച്ചിൽ ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി BHIM കേട്ടോ ആപ്പിൾ ബ്രാൻഡ് അംബാസഡറായി ക്രിക്കറ്റ് താരം MS ധോണി. എഴുതി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ BIHMൻ്റെ ആപ്പിൾ ബ്രാൻഡ് അംബാസഡറായിട്ട് ആരാണ് നിയമിതനായിരിക്കുന്നത്? ക്രിക്കറ്റ് താരം MS ധോണിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യൻ വ്യോമസേന ആരംഭിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ ഡ്രോൺ പദ്ധതി ഏതാണ്? വായുബാൺ ആണ് കേട്ടോ. വായുബാൺ എഴുതി വെച്ചോ. വായുബാൺ എന്താണ്? ഇന്ത്യൻ വ്യോമസേന ആരംഭിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ ഡ്രോൺ പദ്ധതിയാണ് കേട്ടോ വായുബാൺ എന്ന് പറയുന്നത്. വായുബാൺ
ഇനി നമ്മൾ കിടക്കുന്നത് 98ാം ഓസ്കാർ പുരസ്കാരത്തിലേക്കാണ് കേട്ടോ. 2026 98ാം ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ളതാണ് കേട്ടോ. മികച്ച സിനിമ ഏതാണ്? ഇപ്പോൾ തന്നെ പഠിച്ചോ, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് കേട്ടോ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദിൻ്റെ സംവിധായകനെ തന്നെയാണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്, പോൾ തോമസ് ആൻഡേഴ്സൺ. മികച്ച നടനാണെങ്കിലോ മൈക്കിൾ ബി ജോർദാൻ, സിന്നേഴ്സ് എന്ന് പറഞ്ഞ മൂവിയിൽ നിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മൈക്കിൾ ബി ജോർദാൻ മികച്ച നടൻ. മികച്ച നടൻ ആരാണ്? മൈക്കിൾ ബി ജോർദാൻ. മികച്ച നടി ആരാണ്? ജെസ്സി ബക്ലിയാണ് കേട്ടോ. ഹാംനെറ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് മികച്ച നടിയായിട്ട് ജെസ്സി ബക്ലിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മികച്ച ഛായാഗ്രഹമാണെങ്കിൽ ഓട്ടം ഡ്യൂറാൾഡ് ആർക്കപ്പോ എന്നുള്ളതാണ് കേട്ടോ. ഡ്യൂറാൾഡ് ആർക്കപ്പോയ്ക്കാണ് സിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് മികച്ച ഛായാഗ്രഹണമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച കാസ്റ്റിംഗ് ആണെങ്കിലോ കസാൻഡ്ര കുൻഡിസ് എന്തെല്ലാം പേരല്ലേ. മികച്ച കാസ്റ്റിംഗ് ആണെങ്കിൽ കസാൻഡ്ര കുൻഡിസ് ആണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞിട്ടുള്ള കാസ്റ്റിങ്ങിന് തന്നെയാണ് കേട്ടോ അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച സഹനടനാണെങ്കിൽ സീൻ പെൻ ആണ് കേട്ടോ. സീൻ പെൻ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദിലെ തന്നെയാണ് സഹനടൻ. മികച്ച നടി ആമി മാഡിഗൻ ആണ് കേട്ടോ. ആമി മാഡിഗൻ വെപ്പൺസ് എന്ന് പറഞ്ഞ സിനിമയിലത്തെ പെർഫോമൻസിനാണ് മികച്ച സഹനടിയായിട്ട് ആമി മാഡിഗനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കണേ. മികച്ച സിനിമ, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച നടി എന്തായാലും പഠിച്ചിരിക്കണേ. സംസ്ഥാനത്തും കേന്ദ്രത്തിലുമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് കൂടുതൽ കാലം നേതൃത്വം നൽകിയെന്ന റെക്കോർഡ് ആര് നേടി? പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേടിയിട്ടുണ്ട്. നേപ്പാളിലെ 47ാം പ്രധാനമന്ത്രിയായിട്ട് ബാലേന്ദ്ര ഷാ ചുമതലയേറ്റു. അദ്ദേഹത്തിൻ്റെ വേറെ പേര് റാപ്പർ ബലൈൻ എന്നാണ് കേട്ടോ. നേപ്പാളിൻ്റെ 47ാം പ്രധാനമന്ത്രിയായിട്ട് ബലേന്ദ്ര ഷായാണ് ചുമതലയേറ്റിട്ടുള്ളത്. ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായിട്ട് ആരാണ് നിയമിതനായിരിക്കുന്നത്? വിക്രം ദൊരൈസ്വാമിയാണ് നിയമിച്ചിട്ടുള്ളത് കേട്ടോ. ചൈനയിലെ നമ്മുടെ ഇന്ത്യൻ അംബാസഡർ ആരാണ്? വിക്രം ദൊരൈസ്വാമി. ഇന്ത്യയിൽ ഒരു ആണവ നിലയത്തിൻ്റെ മേധാവിയാകുന്ന ആദ്യ വനിതയായി ആര് മാറി? RM നാച്ചമ്മ മാറി കേട്ടോ. കൈഗ ആണവ നിലയത്തിലെ മേധാവിയായിട്ടാണ് RM നാച്ചമ്മ അപ്പോയിൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരു ആണവ നിലയത്തിൻ്റെ മേധാവിയാകുന്ന ആദ്യ വനിതയായിട്ട് ആര് മാറി? RM നാച്ചമ്മ മാറി കേട്ടോ. കൈഗ ആണവ നിലയത്തിലെയാണ്. കൈഗ എവിടെയാണ്? കർണാടകയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനായി ഡൽഹിയിലെ ഹരീഷ് റാണ കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനായിരിക്കുന്നത് ആരാണ്? ഹരീഷ് റാണയാണ്. സുപ്രീം കോടതിയാണ് റാണയുടെ നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകിയത്. നമുക്ക് കുറച്ച് അവാർഡുകൾ നോക്കാം. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രശസ്ത തമിഴ് കവിയും കഥാകൃത്തും ഗാനരചയിതാവുമായിട്ടുള്ള R വൈരമുത്തുവിന് ലഭിച്ചു. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആരാണ് നേടിയിരിക്കുന്നത്? R വൈരമുത്തു. എഴുതി വെച്ചോളൂ. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് R വൈരമുത്തുവിനാണ്. ഇനി അതുപോലെ തന്നെ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതാണ്? N പ്രഭാകരൻ്റെ മായാമനുഷ്യൻ. മായാമനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത് കേട്ടോ. അത് ആരുടെയാണ്? മായാമനുഷ്യൻ N പ്രഭാകരൻ്റെ ആണ്. എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണന് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? മേതിൽ രാധാകൃഷ്ണൻ. എഴുതി വയ്ക്കണേ. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? മേതിൽ രാധാകൃഷ്ണനാണ്. വാഹനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ ഡൽഹിയിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ. വാഹനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ എവിടെ സ്ഥാപിച്ചു? ഡൽഹിയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. അത് സക്സസ് ആവുകയാണെങ്കിൽ എല്ലായിടത്തും വരട്ടെ അല്ലേ. അതിന് നമുക്ക് 6ാം സ്ഥാനത്ത് നിന്ന് കുറച്ചും കൂടെ പിന്നിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. 2026 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യക്ക് 116ാമത്തെ സ്ഥാനമാണ് കേട്ടോ. എഴുതി വെച്ചോ. 2026 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116ആണ്. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഭിന്നശേഷിക്കാർക്ക് എന്താണ്? സർക്കാർ ബസ്സുകളിലൊക്കെ സൗജന്യ യാത്രയാണ് കൊടുക്കുന്നത്. 86% സ്കൂളുകളും പുകയില വിമുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് മേഘാലയ. വളരെ നല്ല കാര്യം അല്ലേ. 86% സ്കൂളുകളും പുകയില വിമുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? മേഘാലയയാണ് കേട്ടോ.
ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് എത്തിക്കാനുള്ള പദ്ധതിയുടെ പേരാണ് പ്രൊജക്റ്റ് ഗംഗ എന്ന് പറയുന്നത് കേട്ടോ. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് എത്തിക്കാനുള്ള പദ്ധതി ഏതാണ്? പ്രൊജക്റ്റ് ഗംഗ എന്നുള്ളതാണ്. ഡൽഹി മെട്രോയിലാണ് ഇന്ത്യയിലെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് കേട്ടോ. റിംഗ് മെട്രോ ഡൽഹി മെട്രോയിലാണ് റിംഗ് മെട്രോ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. ഇന്ത്യയിലെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ആദ്യത്തെ റിംഗ് മെട്രോ എവിടെ വരുന്നു? ഡൽഹി മെട്രോയിലാണ് വരുന്നത്. പ്രഗതി, വികാസ് എന്നിവയാണ് 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ. എഴുതി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? പ്രഗതി, വികാസ്. പ്രഗതി, വികാസ് കേട്ടോ. 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പ്രഗതി, വികാസ്. നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ സെൻറ്റൻസിൽ എഴുതി വെക്കണേ. ഭിന്നശേഷിക്കാരനായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? സുശക്തി മിഷൻ ആണ് കേട്ടോ. സുശക്തി മിഷൻ. എന്താണ് പറഞ്ഞത്? ഭിന്നശേഷിക്കാരായ വ്യക്തിയുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനും നമ്മുടെ കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിക്കുന്ന ഒരു പദ്ധതിൻ്റെ പേരെന്താണ്? സുശക്തി മിഷൻ. സുശക്തി മിഷൻ. അവരെ വീണ്ടും എന്ത് ചെയ്യാണ്? ശക്തിപ്പെടുത്തുകയാണ്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനം വ്യാപകമായി നടത്തിയ പരിശോധനയ്ക്ക് എന്ത് പറയുന്നു? ഓപ്പറേഷൻ സൈ ഹണ്ട്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സൈ ഹണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനം ഒട്ടാകെ എന്താണ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സൈ ഹണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഓർത്ത് വെച്ചേക്കണേ. വിയോഗങ്ങളിൽ എന്തൊക്കെയാണ്? ആയോധന കലയിലെ ഇതിഹാസം ചക്ക് നോറിസ് അന്തരിച്ചു. ആയോധന കലയിലെ ഇതിഹാസം ആരാണ്? ചക്ക് നോറിസ്. ചക്ക് നോറിസ്. പ്രശസ്ത ജർമ്മൻ തത്വചിന്തകൻ യൂർഗൻ ഹാബർമാസ് അന്തരിച്ചു. പ്രശസ്ത ഛായാഗ്രഹൻ മെല്ലി ഇറാനി അന്തരിച്ചു. ബാലസാഹിത്യകാരൻ PI ശങ്കരനാരായണൻ അന്തരിച്ചു. കൃഷിയിടത്തിന് സമീപം എത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ സംസ്ഥാന വനം വകുപ്പ് തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനത്തിൻ്റെ പേരെന്താണ്? ഫാം ഗാർഡ് എന്നാണ് കേട്ടോ. ഫാം ഗാർഡ് അല്ലേ? ഫാം ഗാർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, ഫാമിൽ ഗാർഡായിട്ട് നിൽക്കുക. ഫാം ഗാർഡ് എന്താണ്? കൃഷിയിടത്തിന് സമീപം എത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ സംസ്ഥാന വനം വകുപ്പ് തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനത്തിൻ്റെ പേരെന്താണ്? ഫാം ഗാർഡ് എന്നാണ് കേട്ടോ. കൊളിബിയോപ്സിസ് ബ്രൂണിഗലേര എന്ന പുതിയ ഇനം കൂൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ. പുതിയ ഇനം കൂൺ കണ്ടെത്തിയിരിക്കുകയാണ്. അതിൻ്റെ പേരെന്താണ്? കൊളിബിയോപ്സിസ് ബ്രൂണിഗലേര. അപ്പോൾ അത് എന്ത് ഇനമാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? കൂണിനമാണ് കേട്ടോ. കൂണിനമാണ്. ഇനി നമ്മൾ നമ്മുടെ April 1 കറണ്ട് അഫെയർ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ നല്ല നല്ല പോയിന്റുകളുള്ളൊരു കറണ്ട് അഫെയർ തന്നെയായിരുന്നു കേട്ടോ ഇത്. ഇന്നലത്തെ കറണ്ട് അഫെയർ കാണാത്തവർ എന്തായാലും മസ്റ്റായിട്ട് കാണണേ. അതിൽ നമ്മുടെ ഇറാൻ വാറിനെക്കുറിച്ചും അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വരും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് ഇറാൻ്റെ ആ വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേഷൻസും ഇറാന് അമേരിക്കനെ ആക്രമിച്ചൊരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകളും പിന്നെ ഇറാൻ്റെ എന്താണ് മുഖ്യ തലവൻ, വധിക്കപ്പെട്ട തലവൻ, അപ്പോൾ അവരൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെന്തായാലും കാണാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും. പിന്നെ ഇന്നിതിൽ പറഞ്ഞിട്ടുള്ള എന്താണ് അവാർഡുകളും ബുക്കുകളും ഓതേഴ്സിനൊക്കെ നല്ല വൃത്തിയിൽ നീറ്റായിട്ട് എഴുതുക. ഞാൻ 2 ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നിച്ച് ഇപ്പോൾ ജനുവരി ഫെബ്രുവരി ഞാൻ ഓൾറെഡി മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തവരാണെങ്കിൽ കയറിയിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാർച്ച് ഏപ്രിൽ ഇത് രണ്ടും കൂടെ ഞാൻ 4 എഡിഷൻ ഉണ്ടാവും. അത് ഞാൻ ഒന്നിച്ച് മോക്ക് ടെസ്റ്റായിട്ട് നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.